ഹായ്, വെൽക്കം ബാക്ക് ടു ഫോക്കസ് ഓൺലൈൻ ക്ലാസ്. അപ്പോൾ അടുത്ത് നോക്കുക കേട്ടോ. അതായത് ചില വേർഡ്സ്, അത് നെഗറ്റീവിന് സെമി നെഗറ്റീവ് വേർഡ്സ് എന്നൊക്കെ നമുക്ക് പറയാം. സെമി നെഗറ്റീവായിട്ട് വരുന്ന ചില വേർഡ്സ്, അതായത് ലിറ്റിൽ, ഫ്യൂ, റെയർലി, സ്കെയർലി, ഹാർഡ്ലി, ബെയർലി, സെൽഡം, ഇതെല്ലാം സെമി നെഗറ്റീവായിട്ട് വരുന്ന വേർഡ്സ് ആണ്. അപ്പോൾ ഈ വേർഡ്സ് ഒക്കെ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് നെഗറ്റീവാണെന്ന് നിങ്ങൾക്ക് അറിയില്ല, പക്ഷെ ഇത് പഠിച്ചു വെക്കണം, ഇതെല്ലാം നെഗറ്റീവ് തന്നെയാണ്. അപ്പോൾ ഇതിലേതെങ്കിലും ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒരു വേർഡ് നമ്മുടെ സെൻറ്റൻസിൽ വരികയെന്നുണ്ടെങ്കിൽ ആ സെൻറ്റൻസ് എന്തായിട്ട് നിങ്ങൾ ട്രീറ്റ് ചെയ്യുക, അത് നെഗറ്റീവ് സെൻറ്റൻസ് ആയിട്ട് അങ്ങോട്ട് മാറ്റുക. സോ നെഗറ്റീവ് സെൻറ്റൻസ് ആയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുന്നത്, ക്വസ്റ്റ്യൻ ടാഗ് എപ്പോഴും എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. ക്ലിയർ ആണ്? ഏതൊക്കെ വേർഡ്? ലിറ്റിൽ, ഫ്യൂ, റെയർലി, സ്കിയർലി, ഹാർഡ്ലി, ബെയർലി, സെൽഡം. ക്ലിയർ ആണോ? ഇതെല്ലാം നെഗറ്റീവിനെ സൂചിപ്പിക്കുന്ന വേർഡ്സ് ആണ്. കാരണം നമുക്ക് നെഗറ്റീവിൽ നോ വെച്ച് വരുന്ന വേർഡ്സ് പെട്ടെന്ന് നമ്മുടെ മൈൻഡിൽ നിൽക്കും, കാരണം നോ എന്നുള്ളത് തന്നെയല്ല എല്ലാത്തിലും വരുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള വേർഡുകളും കൂടി ഒന്ന് അറിഞ്ഞിരിക്കണം, ഇതെല്ലാം നെഗറ്റീവിനെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ എക്സാമ്പിൾ നോക്കൂ. ഫ്യൂ സ്റ്റുഡൻസ് wrote ദി എക്സാം എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നോക്കൂ, ഇതിൽ ഫ്യൂ എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? നെഗറ്റീവിനെ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ് ആണ് എന്ന് ആദ്യം തന്നെ ഓർത്ത് വയ്ക്കുക. ഇനി ഈ സെൻറ്റൻസിൽ ഓക്സിലറി എടുത്ത് എഴുതണം. അല്ലെങ്കിൽ ഓക്സിലറി ഉണ്ടോ? ഇല്ല. ഇതിലെങ്ങനെയാ? അത് ഓൾറെഡി സബ്ജക്റ്റ് വന്നു, സബ്ജക്റ്റിന് തൊട്ടടുത്ത് റോട്ട് V2 ഫോമിലല്ലേ കിടക്കുന്നത്, സിമ്പിൾ പാസ്റ്റ് ഫോമിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ റോട്ട് എന്ന് പറയുന്നത് V2 ആണെങ്കിൽ അതിൽ നിന്നും പുറത്തു വരുന്ന ഓക്സിലറി ഏതാ? ഡിഡ് ആയിരിക്കും. ഡിഡ് പ്ലസ് റൈറ്റ് ആണ് ഏത്? റോട്ട് എന്നറിയപ്പെടുന്നത് ആണല്ലോ. അപ്പോൾ ഓക്സിലറി ഏതാ? ഡിഡ് ആണ്. സോ ഡിഡ് കൊടുക്കുക. ഇനി ഫ്യൂ സ്റ്റുഡൻസ് എന്ന് വന്നു, അപ്പോൾ ഏതാ വരിക? ദേ ആയിരിക്കും വരിക. ഫ്യൂ സ്റ്റുഡൻസ് എന്ന് വന്നാൽ ഏതാ? ദേ ആയിരിക്കും വരിക. ക്ലിയർ ആണോ? അടുത്ത് നോക്കൂ. ദർ ഹാസ് ബീൻ ലിറ്റിൽ പ്രോഗ്രസ് എന്ന് തന്നിട്ടുണ്ട്. ദർ ഹാസ് ബീൻ. അപ്പോൾ ആക്ച്വലി ഇവിടെ നോക്കുക, ദർ വന്നു, ഹാസിലെ ഓക്സിലറി ഏതാണ്? ഹാസ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഇവിടെ നോക്കുക കേട്ടോ. ഈ സെൻറ്റൻസിൽ ലിറ്റിൽ എന്നൊരു വേർഡ് തന്നിട്ടുണ്ട്. അപ്പോൾ ലിറ്റിൽ എന്ന് കണ്ടു കഴിഞ്ഞാൽ എന്താ? ആ സെൻറ്റൻസ് നെഗറ്റീവ് ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ് ആയിരിക്കുമെന്ന് നോക്കുക. സോ ക്വസ്റ്റ്യൻ ടാഗ് എങ്ങനെ വരിക? ഓക്സിലറി ആയ ഹാസ് വരും. ദർ വന്നപ്പോൾ എന്ത് തന്നെയാണ്? ദർ തന്നെയാണ്. ഹാസ് ദർ എന്ന് വരും. ക്ലിയർ? നെക്സ്റ്റ് വൺ നോക്കൂ. യു കുഡ് സ്കിയർസ്ലി ഹിയർ വാട്ട് ഹീ സെഡ് എന്നാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക കേട്ടോ. യു കുഡ്. അപ്പോൾ ഇതിൽ തന്നിരിക്കുന്നതിൽ ഓക്സിലറി ഏതാണ്? കുഡ് ആണ്. സോ കുഡ് എടുത്ത് എഴുതണം. സ്കേഴ്സ്ലി എന്ന് തന്നിട്ടുണ്ട് അല്ലേ. സ്കേഴ്സ്ലി എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞാൽ നെഗറ്റീവ് ആക്കുന്നു, സെൻറ്റൻസിനെ നെഗറ്റീവ് ആക്കുന്നു. സോ എന്താണ്? ഇനി നോട്ട് ചേർത്തണ്ട, ഓൾറെഡി സ്റ്റേറ്റ്മെൻറ്റ് നെഗറ്റീവ് ആണ്, ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ് ആണ്. ഇനി യു വന്നപ്പോൾ പ്രോണൗൺ ആയിട്ട് എന്തെന്നെ കൊടുക്കേണ്ട? യു. കുഡ് യു എന്ന് വരും. ക്ലിയർ? നെക്സ്റ്റ് വൺ നോക്കൂ. ഹി ഡിഡ് ഹാർഡ്ലി എനി വർക്ക് എന്നാണ്. ഹി ഡിഡ് ഹാർഡ്ലി എനി വർക്ക്. അപ്പോൾ ഇവിടെ ഏത് വന്നിട്ടുണ്ട്? ഡിഡ് വന്നിട്ടുണ്ട്. സോ ഡിഡ് വന്നു. സോ ഓക്സിലറി ആയിട്ട് എഴുതി ഡിഡ് തന്നെ എടുത്ത് എഴുതി. ഇനി അടുത്ത് എന്താ നോക്കണ്ടേ? ഇത് നെഗറ്റീവ് ആണ്, അല്ലെങ്കിൽ ഓൾറെഡി നെഗറ്റീവ് ആണ്. ഹാർഡ്ലി എന്ന് വന്നു നെഗറ്റീവ് ആയതുകൊണ്ട് ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ് ആയിരിക്കും. ഹി എന്ന പ്രോണൗൺ അതുപോലെ എടുത്ത് എഴുതുക. ഹി. ഡിഡ് ഹി എന്ന് വരും. ക്ലിയർ? ഇനി അടുത്ത് നോക്കൂ. ഹി റെയർലി ഗോസ് ഔട്ട് ഓഫ് ഹിസ് ഹൗസ് എന്ന് തന്നിട്ടുണ്ട്. ദീസ് ഡേയ്സ്. നോക്കൂ. ഹി റെയർലി ഗോസ് ഔട്ട് ഓഫ് ഹിസ് ഹൗസ് എന്ന് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, റെയർലി എന്ന് വന്നു, നെഗറ്റീവിനെ സൂചിപ്പിക്കുന്നു. ഇവിടെ വെർബ് ഏതാണ്? ഗോസ് എന്നാണ്. വെർബ് ഏതാണ്? ഗോസ് ആണ്, മെയിൻ വെർബാണ്. അപ്പോൾ ഇതിൽ നിന്നും ഓക്സിലറി എടുക്കുമ്പോൾ ഇത് V1 ഫോമിലല്ലേ, ഓക്സിലറി ഏതാണ്? ഏതാ വരിക? ഡസ് ആണ് വരിക. കാരണം എങ്ങനെയാ? സിംഗുലർ ആണ്. ഗോസ് എന്ന് പറയുന്നത് സിംഗുലർ ആണ്. അപ്പോൾ ഏതായിരിക്കും വരിക? ഡസ് ആണ് വരിക. അപ്പോൾ ഡസ് എന്ന് വരും, ഹി എന്ന് വരും. ഡസ് ഹി എന്ന് വരും. നെക്സ്റ്റ് വൺ നോക്കൂ. യു സെൽഡം കം ടു അവർ ഹൗസ് ദീസ് ഡേയ്സ് എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, സെൽഡം വന്നതുകൊണ്ട് നെഗറ്റീവ് ആണ് തന്നിരിക്കുന്നത്. ഇനി ഈ തന്നിരിക്കുന്നതിൽ ഓക്സിലറി ഏതാണ് എന്ന് നോക്കണം അല്ലേ. ഓക്സിലറി, ഇതിൽ ഓക്സിലറി ഇല്ല. ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ എന്തില്ല? ഓക്സിലറി വരുന്നില്ല. പക്ഷെ തന്നിരിക്കുന്ന സെന്റൻസിൽ വെർബ് ഏത് തന്നിരിക്കുന്നത്? കെയിം എന്നാണ് തന്നിരിക്കുന്നത്. വെർബ് ഏതാണ്? വെർബ് ഏത് തന്നിരിക്കുന്നത്? കം എന്നാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നോക്കുക. കം എന്ന് വന്നു കഴിഞ്ഞാൽ ഓക്കെ, നമ്മൾ മാറ്റി എഴുതുന്ന സമയത്ത് എന്താക്കിയത്? ഒന്നില്ലെങ്കിൽ ഡു അല്ലെങ്കിൽ ഡസ്. ഡു ആക്കി എഴുതണം അല്ലെങ്കിൽ ഡസ് ആക്കി മാറ്റി എഴുതണം. കാരണം ഏതാണ്? V1 ഫോമിലാണ്. സോ ഇവിടെ ഏതാ വരിക? യു എന്നതാണ് നമ്മളുടെ പ്രോണൗൺ. അപ്പോൾ യു എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ ഏതായിട്ട് എടുക്കുന്നത്? പ്ലൂറൽ ആയിട്ടാണ് നമ്മൾ എടുക്കുക. അപ്പോൾ യുവിൻ്റെ കൂടെ ഏതാ വരിക? ഡു ആണ്. ഡു യു എന്നാണ് വരണ്ടേ. ഡു വരും, ശേഷം എന്താ? യു ആണ് വരണ്ടേ. ക്ലിയർ ആണോ? നെക്സ്റ്റ് വൺ നോക്കൂ. ദേ ഹാഡ് ലിറ്റിൽ ഡിഫിക്കൽട്ടി ഇൻ വിന്നിങ് ദി മാച്ച് എന്ന് തന്നിട്ടുണ്ട്. ദേ ഹാഡ്. അപ്പോൾ ഏതാണ് ഇതിൽ ഓക്സിലറി? ഹാഡ് ആണ്. സോ ഹാഡ് എടുത്ത് എഴുതി. നെക്സ്റ്റ് വൺ എന്താ? ദേ അല്ലേ. ദേ വന്നപ്പോൾ ദേ ഓൾറെഡി അത് ലിറ്റിൽ ഉള്ളത് കൊണ്ട്, അത് നെഗറ്റീവ് ആയതുകൊണ്ടാണ് ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവായിട്ട് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അടുത്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞതിൽ ഫ്യൂ ലിറ്റിൽ എന്ന വേർഡ് നിങ്ങളുടെ മൈൻഡിൽ വന്നിട്ടുണ്ടാവും. പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പഠിച്ചു വെക്കുക.
ഫ്യൂ അല്ലെങ്കിൽ ലിറ്റിൽ കണ്ടാൽ നെഗറ്റീവ് വേർഡുകളാണെന്ന് ഞാൻ പറഞ്ഞു, നെഗറ്റീവ് ആണ്. സോ ക്വസ്റ്റ്യൻ ടാഗ് എങ്ങനെയാ പോസിറ്റീവ് ആയിരിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ എ ലിറ്റിൽ എന്നോ എ ഫ്യൂ എന്നോ വന്നാൽ, എ ഫ്യൂ അല്ലെങ്കിൽ എ ലിറ്റിൽ, എ ചേർത്തി വന്നില്ലേ, അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് പോസിറ്റീവ് ആണ്. അതെന്താ പോസിറ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ ടാഗ് എങ്ങനെയായിരിക്കും നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ജസ്റ്റ് ക്വസ്റ്റ്യൻ കാണുമ്പോൾ വേഗം ഫ്യൂവോ ലിറ്റിലോ ഉണ്ടോ എന്ന് മാത്രം നോക്കരുത്, അതിൻ്റെ ഫ്രണ്ടിൽ എ ഉണ്ടോ എന്ന് കൂടി നോക്കുക. ആക്ച്വലി ഇതിൻ്റെ മീനിങ് എന്താണെന്നറിയോ, നമ്മൾ സാധാരണ ഫ്യൂ ലിറ്റിൽ എന്ന് പറഞ്ഞാൽ ഒന്നും ഇല്ല എന്നുള്ള മീനിങ് ആണ്. നമ്മൾ ഫ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും കുറച്ചെങ്കിലും ഉണ്ട്, അങ്ങനെയല്ല അതിൻ്റെ മീനിങ്. ഒന്നും ഇല്ല എന്ന മീനിങ് ആണ് ഫ്യൂവിനുള്ളത്, ഫ്യൂ അല്ലെങ്കിൽ ലിറ്റിലിനുള്ളത്. ഓക്കെ, എ ഫ്യൂ എ ലിറ്റിൽ എന്ന് പറഞ്ഞാൽ കുറച്ചെങ്കിലും അവിടെ വരുന്നുണ്ട്, മനസ്സിലായത്, പോസിറ്റീവ് ആണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നോക്കുക, എ ഫ്യൂ സ്റ്റുഡൻസ് റോട്ട് ദി എക്സാമിനേഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക എ ഫ്യൂ എന്ന് തന്നിരിക്കുന്നത്. അപ്പോൾ എ ഫ്യൂ എന്നാൽ എന്താ പോസിറ്റീവ് ആണ്, തന്നിരിക്കുന്നതിൽ എന്താ പോസിറ്റീവ് ആണ്. അപ്പോൾ ടാഗ് എങ്ങനെയായിരിക്കണം നെഗറ്റീവ് ആയിരിക്കണം. ഓക്കെ, അടുത്ത എന്താ, ഇതിൽ ഓക്സിലറി ഏതാണെന്ന് എടുക്കണം. ഇതിലെ ഓക്സിലറി ഏതാണ്, ഇതിൽ ഏതാ തന്നിരിക്കുന്നത്, ഓക്സിലറി ഇല്ല, പകരം ഏതാണ് മെയിൻ വെർബ് റോട്ട് എന്നാണ് തന്നിരിക്കുന്നത്. ഓക്കെ, ഏത് ഫോമില, V2 ഫോം. ഏത് ഫോമിലാണ്, V2 ഫോം. അപ്പോൾ ഇങ്ങനെ V2 ഫോമിൽ വന്നാൽ എന്താ ചെയ്യാൻ പറഞ്ഞ്, ഏതാണ് ഓക്സിലറി പുറത്തെടുക്കേണ്ടത്, ഡിഡ് ആയിരിക്കും അല്ലേ, റൈറ്റ്. പ്ലസ് V2 മീൻസ് എന്താ പറയുക, ഡിഡ് തന്നെയല്ലേ റോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഏതാ പുറത്തെടുക്കേണ്ടത്, ഡിഡ് ആണ്. സോ നോക്കൂ, ഓൾറെഡി ഇത് പോസിറ്റീവ് ആണ് സ്റ്റേറ്റ്മെൻറ്റ്. സോ അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ ടാഗ് എങ്ങനെയാണ് നെഗറ്റീവ് ആയിരിക്കും, ഡിഡിൻ്റെ ദേ എന്ന് വരും. ഡിഡിൻ്റെ ദേ, എ ഫ്യൂ സ്റ്റുഡൻസ് ആണ്, സോ ദേ എന്നാണ് വരുന്നത്. ക്ലിയർ. അടുത്ത് നോക്കൂ, ദർ ഹാസ് ബീൻ എ ലിറ്റിൽ പ്രോഗ്രസ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ എ ലിറ്റിൽ ആണ്. ലിറ്റിൽ പ്രോഗ്രസ് ആണെന്നുണ്ടെങ്കിൽ പ്രോഗ്രസ്സേ ഇല്ല എന്നുള്ള മീനിങ് ആണ് കേട്ടോ, അത് നെഗറ്റീവ് ആണ്. എ ലിറ്റിൽ എന്ന് പറഞ്ഞാൽ എന്താ, ചെറിയ രീതിയിൽ എന്നുള്ള മീനിങ് ആണ്. അപ്പോൾ ഇവിടെ നോക്കുക പോസിറ്റീവ് ആയതുകൊണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ടാഗ് എങ്ങനെയാണ് നെഗറ്റീവ് ആയിരിക്കും. ഇനി എന്താ നോക്കണ്ടേ, ഇതിൽ ഓക്സിലറി ഏതാണ് നോക്കണം. ഇതിലേത് ഓക്സിലറി വെർബ്, ഹാസ് ആണ് അല്ലേ, ഇതിൽ ഓക്സിലറി ഹാസ് ആണ്. അപ്പോൾ മാറ്റിയതും എങ്ങനെയാണ്, അത് പോസിറ്റീവ് ആയതുകൊണ്ട് ടാഗിൽ എങ്ങനെയാണ് നെഗറ്റീവ് ആക്കണം. ഹാസ് എന്തായിട്ട് മാറി, ഹാസിൻ്റെ ആയിട്ട് മാറി. ഇനി ഓൾറെഡി സബ്ജക്റ്റിൽ ദർ ആണ് വന്നിരിക്കുന്നത്. ദർ വന്നപ്പോൾ പ്രോണോൺ ആയിട്ടും ഏത് തന്നെ കൊടുക്കണ്ടേ, ദർ തന്നെയാണ് കൊടുക്കണ്ടേ. ക്ലിയർ അല്ലേ. അടുത്ത് നോക്കൂ, ദർ വേർ ഓൺലി 5 സ്റ്റുഡൻസ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുക ഓൺലി 5 സ്റ്റുഡൻസ്. സാധാരണ രീതിയിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതൊരു പോസിറ്റീവ് ആണ്. 5 സ്റ്റുഡൻസ് എങ്കിലും അവിടെ ഉണ്ടല്ലോ. ഓൺലി 5 സ്റ്റുഡൻസ് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സെൻറ്റൻസ് തന്നെയാണ്. അപ്പോൾ ടാഗിലേക്ക് മാറ്റും എങ്ങനെയാണ്, നെഗറ്റീവ് ആയിരിക്കും. ക്ലിയർ ആണോ. അപ്പോൾ അത് നോക്കുക, ടാഗിലേക്ക് മാറ്റുമ്പോൾ ഇതിൽ ഓക്സിലറി വേർ ആയതുകൊണ്ട് സോ അങ്ങോട്ട് മാറ്റുമ്പോൾ എങ്ങനെയാണ്, വേറിൻ്റെ ആയിട്ട് മാറും. നോട്ട് കൂടി ചേർത്ത് എഴുതണം. ഇനി ഓൾറെഡി ദർ ആണ് സബ്ജക്റ്റ് വന്നിരിക്കുന്നത്. ദർ ആണെങ്കിൽ പ്രോണോൺ ഏത് തന്നെ കൊടുക്കേണ്ടത്, ദർ തന്നെയാണ് കൊടുക്കേണ്ടത്. ക്ലിയർ. നെക്സ്റ്റ് വൺ നോക്കൂ, ദർ ആർ ഓൺലി 5 സ്റ്റുഡൻസ് എന്ന് വന്നിട്ടുണ്ട്. ഓക്കെ, സോ അങ്ങനെ വരുന്ന സമയം നോക്കുക ദർ ആർ ഓൺലി ആണ്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നതിൽ 6 ആയതുകൊണ്ട് മാറ്റിയതും എങ്ങനെയാണ്, ആറിൻ്റെ ആയിട്ട് മാറും. ദർ വന്നപ്പോൾ എങ്ങനെ തന്നെയാണ്, ദർ തന്നെയാണ്. ക്ലിയർ അല്ലേ അത്. അപ്പോൾ ഫ്യൂ നോക്കി എഴുതണം കേട്ടോ, ശ്രദ്ധിക്കണം. ഫ്യൂ എന്നതും ലിറ്റിൽ എന്ന നെഗറ്റീവ് ആണെങ്കിൽ എ ഫ്യൂ എ ലിറ്റിൽ എന്നത് പോസിറ്റീവ് ആണ്. സോ അത് അറിഞ്ഞിരിക്കാം. ഓക്കെ, എടുത്ത് നോക്കുക കേട്ടോ. അടുത്ത് ഞാൻ ഓൾറെഡി ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്, ജസ്റ്റ് അതിന് 1-2 എക്സാമ്പിൾ കൂടി പറഞ്ഞു തരാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഇൻക്ലൂഡ് ചെയ്തതാണ്. അതായത് നമ്മൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഒരു ചോദ്യത്തിൽ ഐ ആം എന്ന് വന്നാൽ, ചോദ്യം നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടല്ലോ, സോ അതിൻ്റെ ഫ്രണ്ടിൽ എന്ത് വരണം, ഐ ആം എന്ന് വന്നാൽ ക്വസ്റ്റ്യൻ ടാഗിൽ എങ്ങനെയാണ്, ആറിൻ്റെ എന്നായിരിക്കും. ക്വസ്റ്റ്യൻ ടാഗ് എങ്ങനെ വരിക, ആറിൻ്റെ ആയിരിക്കും. ക്ലിയർ ആണോ. ഇനി നേരെ മറിച്ച് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഐ ആം നോട്ട് ആണെന്ന് വിചാരിക്കുക. ഐ ആം നോട്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, നെഗറ്റീവായിട്ട് മാറി, നെഗറ്റീവ് ആണ്. സോ അങ്ങനെ വന്നാൽ ക്വസ്റ്റ്യൻ ടാഗിൽ ആം ഐ എന്നായിരിക്കും. ക്വസ്റ്റ്യൻ ടാഗ് എങ്ങനെയാണ് വരിക, ആം ഐ എന്നാണ് വരിക. ക്ലിയർ അല്ലേ. ഒരു എക്സാമ്പിൾ നോക്കൂ, ഐ ആം റൈറ്റ്, പോസിറ്റീവ് ആണ്. ഐ ആം റൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, പോസിറ്റീവ് ആയിട്ടുള്ള സെൻറ്റൻസ് ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് ഏതാ, ആറിൻ്റെ ഐ എന്ന് വരും, ആറിൻ്റെ ഐ എന്ന് വരും. അടുത്ത എക്സാമ്പിൾ നോക്കൂ, ഐ ആം നോട്ട് റൈറ്റ്, ഐ ആം നോട്ട് നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. അപ്പോൾ എങ്ങനെ വരിക, ആം ഐ. ഐ ആം നോട്ട് വന്നപ്പോൾ എന്ത് വന്നു, ആം ഐ എന്ന് വന്നു. ക്ലിയർ അല്ലേ. ഓക്കെ, അടുത്ത് നമുക്ക് നോക്കാം ചില ഇമ്പറേറ്റീവ് സെൻറ്റൻസിൽ വരുന്ന ചില കാര്യങ്ങൾ കേട്ടോ. അതായത് നമ്മൾ സാധാരണയായിട്ട് ഇമ്പറേറ്റീവ് സെൻറ്റൻസിൽ തന്നെ നമ്മൾ പറയുന്നതിനനുസരിച്ച് മാറ്റങ്ങൾ, നമ്മുടെ ടോണിൽ വ്യത്യാസം വരുന്ന ഇമ്പറേറ്റീവ് സെൻറ്റൻസുകളുണ്ട്. ഇമ്പറേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ പറഞ്ഞ നമ്മുടെ ആജ്ഞാപിക്കൽ, കൽപ്പനകൾ, അപേക്ഷകൾ, ഇതിലെല്ലാം റിക്വസ്റ്റ്, കമാൻഡ്, അഡ്വൈസ്, ഇതെല്ലാം ഇമ്പറേറ്റീവ് സെൻറ്റൻസിൽ ചേർന്ന് വരും. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് എന്തൊക്കെയാണ് നോക്കാമെന്ന് നോക്കാം. ഫസ്റ്റ് വൺ നോക്കും, നമ്മൾ സാധാരണയായിട്ട് ഒരു അപേക്ഷയാണെങ്കിൽ, സാധാരണ രീതിയിൽ ചെറിയൊരു അപേക്ഷയാണെന്നുണ്ടെങ്കിൽ സോ അവിടെ ക്വസ്റ്റ്യൻ ടാഗായിട്ട് എപ്പോഴും വരുന്നത് വില്യൂ ആയിരിക്കും. നോർമലായിട്ട് നമ്മൾ അപേക്ഷിക്കുന്ന, നോർമലി വരുന്ന അപേക്ഷകളിൽ ഏതാണ് ക്വസ്റ്റ്യൻ ടാഗ് വരിക, വില്യൂ ആയിരിക്കും വരിക. പക്ഷേ തീവ്രതയോടുകൂടി അത് ചെയ്തേ പറ്റൂ എന്ന് വേണ്ടി നമ്മൾ പറയില്ല, അങ്ങനെ വരുന്നത് അതും നോക്കട്ടെ, അപേക്ഷയാണ് കേട്ടോ, അപേക്ഷയാണ്. പക്ഷെ എന്താണ്, അത് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞാൽ അത് മീൻസ് നമ്മളൊരു തീവ്രമായിട്ട് പറയുന്ന ഒരു സെൻറ്റൻസുകളാണെങ്കിലും അവിടെ വോണ്ട് യു എന്ന് വരും. അപ്പോൾ അപേക്ഷയിൽ തന്നെ 2 തരത്തിലാണ് പറഞ്ഞ്, നമ്മൾ സാധാരണയായിട്ട് എന്തെങ്കിലും ഒരു കാര്യം പറയുന്ന സമയത്ത് ഇമ്പറേറ്റീവ് സെൻറ്റൻസിൽ പറയുമ്പോൾ ക്വസ്റ്റ്യൻ ടാഗിൽ ഏത് കൊടുക്കുക, വില്യൂ എന്ന് കൊടുക്കുക.
കൊടുക്കുക, കുറച്ച് തീവ്രമായ അപേക്ഷയാണെന്നുണ്ടെങ്കിൽ ഏത് കൊടുക്കുക, വോണ്ട് യു എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് അതിൻ്റെ എക്സാമ്പിൾ നോക്കൂ. ഓപ്പൺ ദി വിൻഡോ, ഇത് സാധാരണ ഒരു അപേക്ഷയാണ്, അത് ചെയ്തേ പറ്റൂ എന്നൊന്നുമല്ല, ജസ്റ്റ് ചെറിയൊരു അപേക്ഷ മാത്രമാണ്. അപ്പോൾ ഏതാ വരിക, വിൽ യു എന്ന് വരും. ഇനി പ്ലീസ് പോസ്റ്റ് ദിസ് ലെറ്റർ, അവിടെ ഏതാ വരുന്നത്, വിൽ യു എന്ന് വന്നു. ഇനി ഡോണ്ട് ബി ലേറ്റ് ഫോർ സപ്പർ, ഡോണ്ട് ബി ലേറ്റ് അല്ലെ, വൈകരുത് എന്നുള്ള മീനിങ് സാധാരണ രീതിയിലൊരു അപേക്ഷ തന്നെയല്ലേ, സോ ഏത് വന്നു, വിൽ യു എന്ന് വന്നു. ഇനി അടുത്ത് നോക്കൂ, പ്ലീസ് ബൈ ദിസ് മെഡിസിൻ ഫോർ മീ, ഇത് തീവ്രമാണ്, അത് നിങ്ങൾ ചെയ്തില്ലെങ്കിൽ വേണ്ട എന്നുള്ളതല്ലല്ലോ, മെഡിസിൻ വാങ്ങിയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞാൽ എന്താ, അത് നമ്മൾ കറക്റ്റായിട്ട് തീവ്രമായിട്ട് പറഞ്ഞൊരു അപേക്ഷയാണ്. ഓക്കെ, സോ അങ്ങനെ വന്നപ്പോൾ നോക്കൂ, വോണ്ട് യു, കാരണം ഇതുപോലുള്ള എക്സാമ്പിൾസ് അല്ലെങ്കിൽ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് എക്സാമിന് വരുമ്പോൾ കൺഫ്യൂഷൻ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, കാരണം ഇതിൻ്റെ ഓപ്ഷനിൽ ഇതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കുക, നോർമലി സാധാരണ രീതിയിൽ പറയുന്നൊരു അപേക്ഷ, അത് നിർബന്ധമൊന്നുമല്ല, ചുമ്മാ ഒരു പറഞ്ഞൊരു അപേക്ഷ, വിൽ യു കൊടുത്തോളൂ. കുറച്ച് തീവ്രമായിട്ട് അത് ചെയ്യണം എന്ന് നമ്മൾ നിർബന്ധമായിട്ട് പറയുന്ന ചില കാര്യങ്ങളില്ലേ, അവിടെ ഏത് കൊടുക്കുക, വോണ്ട് യു എന്ന് കൊടുക്കാം. ഓക്കെ, അടുത്ത് നോക്കൂ, ബി കെയർഫുൾ വെൻ യു ക്രോസ് ദി റോഡ്, ഇതെന്താണ്, ചെയ്തേ പറ്റൂ അല്ലെ, കെയർഫുൾ ആയിട്ട് റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് കെയർഫുൾ ആയിരിക്കണം, ഇതെന്താണ്, തീവ്രമായിട്ട് പറയുന്നൊരു കാര്യമാണ്. സോ എന്താ കൊടുത്തേ, വോണ്ട് യു ആണ് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് വൺ നോക്കൂ, ലോക്ക് യുവർ റൂം വെൻ യു ഗോ ഔട്ട്, നമ്മൾ പുറത്തേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ റൂം എന്ത് ചെയ്യണം, ലോക്ക് ചെയ്യണം. ഇതെന്താണ്, തീവ്രമായിട്ട് ചുമ്മാ പറയുന്നതാണോ, വേണേൽ ചെയ്താൽ മതി എന്നാണോ, അല്ല. അപ്പോൾ അവിടെയും ഏതാ വന്നേ, വോണ്ട് യു ആണ് വന്നേ. ക്ലിയർ ആണോ അത്? ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വൺ നോക്കുക കേട്ടോ. അടുത്ത അതൃപ്തി പ്രകടിപ്പിക്കുന്ന ചില സെൻറ്റൻസുകൾ ഉണ്ട്, അവരെ കുറ്റപ്പെടുത്തി പറയുന്ന രീതിയിൽ. സോ അങ്ങനെയുള്ള സെൻറ്റൻസ് ആണെങ്കിൽ കാണ്ട് യു ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ക്ലിയർ ആണോ? അങ്ങനെയുള്ള എന്താ ഉപയോഗിക്കേണ്ടത്, കാണ്ട് യു. എക്സാമ്പിൾ പറയുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവും. നോക്കൂ, ബി റീസണബിൾ മീൻസ് എന്താ, ഒരാളുടെ ക്യാരക്ടറിനെ സൂചിപ്പിക്കുന്നത് തന്നെയാണ്, റീസണബിൾ ആയിരിക്കണം എന്നാ പറയുന്നത്. സോ അവിടെ ഏതാ വരുന്നത്, കാണ്ട് യു. അവിടെ ഏതാ വരിക, കാണ്ട് യു. ബി പൊലൈറ്റ്, അവിടെയും ഏതാണ്, കാണ്ട് യു ആണ് വരുന്നത്. നെക്സ്റ്റ് വൺ നോക്കൂ, യൂസ് യുവർ ഇൻ്റലിജൻസ്. അപ്പോൾ ഇതെന്താണ്, ഇതെല്ലാം ഒരാളുടെ പെരുമാറ്റത്തെക്കുറിച്ച് അല്ലെങ്കിൽ പെരുമാറ്റത്തിൻ്റെ ഒരു കടുത്ത ഒരു എന്താ പറയുക, കുറ്റപ്പെടുത്തി പറയുന്ന രീതിയിലോ അല്ലെങ്കിൽ ആ ഒരു മീൻസ് അസംതൃപ്തിയെ കുറിക്കുന്ന ഒരു സെൻറ്റൻസുകളാണ്. ഇങ്ങനെയുള്ള സെൻറ്റൻസ് വരുന്ന സമയത്ത് ഏത് ഉപയോഗിക്കുക, നിങ്ങൾ കാണ്ട് യു. അപ്പോൾ യൂസ് യുവർ ഇൻ്റലിജൻസ് എന്ന് പറയുന്നതിൽ ഏത് ഉപയോഗിച്ചിരിക്കുന്നത്, കാണ്ട് യു. അപ്പോൾ 3 തരത്തിൽ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, വിൽ യു നമ്മൾ പറഞ്ഞു എവിടെയാണ്, സാധാരണ രീതിയിൽ അപേക്ഷകളിൽ വിൽ യു എന്ന് പറഞ്ഞു. കുറച്ചുകൂടി കൂടുതലായിട്ട് അതിതീവ്രമായിട്ട് നമ്മൾ പറഞ്ഞു, അല്ലെങ്കിൽ തീവ്രമായിട്ടുള്ള അപേക്ഷയാണെങ്കിൽ ഏതാണ്, വോണ്ട് യു എന്ന് ഉപയോഗിക്കാൻ പറഞ്ഞു. ഇനി ഏതാണ്, ഒരാളുടെ പെരുമാറ്റത്തിൽ കടുത്ത അതൃപ്തിയെ സൂചിപ്പിക്കുന്ന രീതിയിലുള്ള സെൻറ്റൻസുകൾ. സോ അങ്ങനെ വരുന്ന സമയത്ത് ഏത് ഉപയോഗിക്കുക, കാണ്ട് യു എന്നത് ഉപയോഗിക്കുക. ക്ലിയർ അല്ലേ അത്? കാരണം ഈ തരത്തിൽ വരുന്ന ഏത് ക്വസ്റ്റ്യനിലാണെങ്കിലും 4 ഓപ്ഷനിൽ 3 ഓപ്ഷൻ ഇത് തന്നെ ആയിരിക്കും, കൺഫ്യൂഷൻ ആവരുത്. ഓക്കെ, അപ്പോൾ അടുത്ത് നോക്കാം. ഇനി അടുത്തായിട്ട് ചെറിയ കുറച്ച് കാര്യങ്ങളുണ്ട്, പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ വിട്ടുപോകുന്ന, നിങ്ങൾ എപ്പോഴും സാധാരണ രീതിയിൽ വിട്ടുപോകാൻ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അതായത് നൺ ഓഫ് കഴിഞ്ഞിട്ട് പ്ലൂറൽ നൗൺ ആണ്. നമ്മൾ സാധാരണ നമുക്കറിയാം നൺ ഓഫ് വന്നു കഴിഞ്ഞാൽ കൂടെ ഏതാ വരിക, പ്ലൂറൽ ആയിട്ടാണ് നൗൺ വരിക. സോ അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗിൽ വരുന്നത് ദേ. ക്വസ്റ്റ്യൻ ടാഗിൽ എങ്ങനെയാണ് വരിക, ദേ ആയിരിക്കും. നോക്കൂ, ഒരു എക്സാമ്പിൾ നോക്കൂ, നൺ ഓഫ് ദി സ്റ്റുഡൻസ് കെയിം ഇൻ ടൈം എന്ന് തന്നിട്ടുണ്ട്. നോക്കുക, ഇതിൽ നൺ ഓഫ് ദി സ്റ്റുഡൻസ് ആയതുകൊണ്ട് ഓൾറെഡി നൺ എന്നുള്ള വേർഡ് കണ്ടതുകൊണ്ട് എന്തായിട്ട് മാറിയത്, നെഗറ്റീവ് ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ് ആവും. ആ ഒരു കാര്യം അതിൽ നിന്ന് കിട്ടി. ഇനി ഇവിടുത്തെ ഓക്സിലറി ഏതാണ്, കെയിം ആണ് അല്ലേ, കെയിം. അപ്പോൾ അതിൽ നിന്നും ഏതാണ്, ഓക്സിലറി ഇല്ല, മെയിൻ വെർബാണ്. അപ്പോൾ ഈ കെയിമിൽ നിന്നും ഏതെടുത്ത് എഴുതണം, ഓക്സിലറി മാറ്റണം. V2 ഫോം ആണ്, കെയിം എന്ന് പറയുന്നത് V2 ആണ്. സോ മാറ്റിയതുമ്പോൾ ഏതാ, ഡിഡ് എന്ന് വരും അല്ലേ, ഡിഡ്. ഇനി നമുക്ക് തന്നിരിക്കുന്നത് നൺ ഓഫ് ദി സ്റ്റുഡൻസ്, അപ്പോൾ പ്രോണോൺ ഏതാ, ദേ ആണ്. ഡിഡ് ദേ എന്ന്, നൺ ഓഫ് ദി കഴിഞ്ഞ് പ്ലൂറൽ വന്നു, ഏതാ വന്നേ, ദേ എന്നാണ് വന്നിരിക്കുന്നത്. ക്ലിയർ? നെക്സ്റ്റ് വൺ നോക്കൂ, നൺ ഓഫ് ദി സിസ്റ്റേഴ്സ് ഹാസ് എ ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ കറക്റ്റായിട്ട് നോക്കിപ്പോൾ നൺ ഓഫ് ദി സിസ്റ്റേഴ്സ്, നമുക്കറിയാം നൺ ഓഫ് കഴിഞ്ഞാൽ വരുന്ന ആ സബ്ജക്റ്റ് പ്ലൂറൽ ആയിരിക്കും, പക്ഷെ അതിൻ്റെ അടുത്ത് വരുന്ന വെർബ് എപ്പോഴും എങ്ങനെയായിരിക്കും, സിംഗുലർ ആയിരിക്കും. പക്ഷേ ക്വസ്റ്റ്യൻ ടാഗിലേക്ക് നിങ്ങൾ മാറ്റുമ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിൽ ഓക്സിലറി ഏതാണ്, ഹാസ് ആണ്. ഓക്സിലറി ഏതാണ്, ഹാസ് ആണ്. പക്ഷെ മാറ്റി എഴുതുമ്പോൾ ഹാസ് എന്ന് എഴുതരുത്, പകരം ഏതാ കൊടുക്കേണ്ടത്, ഹാവ് ആണ് കൊടുക്കേണ്ടത്. പകരം ഏതാണ്, ഹാവ് ആണ്. ഇവിടെ ഹാവ് കൊടുക്കാനുള്ള റീസൺ എന്താ, നമ്മൾ അടുത്ത് കൊടുക്കാൻ പോകുന്ന ദേ ആണ്. അടുത്ത് കൊടുക്കുന്ന ഏതാണ്, ദേ ആയതുകൊണ്ട്. അപ്പോൾ ഏത് വന്നു, ഹാവ് ദേ എന്ന് വന്നു. ഹാവ് ദേ. ക്ലിയർ ആണ്? ഹാസ് ദേ എന്ന് എഴുതരുത്, ഹാവ് ദേ ആണ്. കാരണം ദേ എന്ന് പറയുന്നത് പ്ലൂറൽ ആണ്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ വരുന്ന അല്ലെങ്കിൽ അതിൻ്റെ കൂടെ വരുന്ന എങ്ങനെയായിരിക്കണം, പ്ലൂറൽ ആയിരിക്കണം. അതുകൊണ്ടാണ് ഏത് വന്നേ, ഹാവ് വന്നേ. ക്ലിയർ? ഇനി അടുത്ത് നോക്കുക കേട്ടോ, നൺ ഓഫ് അസ് എന്നാണ് വരുന്നതെങ്കിൽ
സ്റ്റേറ്റ്മെന്റ് തുടങ്ങുന്നത് എങ്ങനെയാ? നൺ ഓഫ് അസ്. നേരത്തെ പറഞ്ഞാൽ നൺ ഓഫ് കഴിഞ്ഞു, ഏതെങ്കിലും പ്ലൂറലിൽ കിടക്കുന്ന ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് കൊടുത്തു. ഇവിടെ എങ്ങനെയാ? നൺ ഓഫ് അസ് എന്ന് വന്നാൽ, അപ്പോൾ ഇവിടെ നോക്കൂ, ഈ നിങ്ങളത് ഓർത്ത് വെക്കാനായിട്ട് ഇങ്ങനെ ഓർക്കുക. അസ് എന്ന് പറയുമ്പോൾ ഞാനും അതിൽ ഇൻക്ലൂഡഡ് ആണ് അല്ലെ, ഞാനും കൂടി, ഈ പറയുന്ന ആളും കൂടി അതിൽ ഇൻക്ലൂഡഡ് ആണല്ലോ. സോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ടാഗിലേക്ക് മാറ്റുമ്പോൾ പ്രോണൗണിൽ വി എന്നാണ് വരണ്ടേ. ക്വസ്റ്റ്യൻ ടാഗിലേക്ക് മാറ്റുമ്പോൾ പ്രോണൗൺ എങ്ങനെയാണ് വരണ്ടേ? വി ആണ്. അത് ഓർത്ത് വെക്കുക കേട്ടോ. അപ്പോൾ അത് മാറ്റി എഴുതാം. നണ്ണ് വന്നുകൊണ്ട് ഓൾറെഡി നെഗറ്റീവ് ആണ്, അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് എങ്ങനെയാണ്? പോസിറ്റീവ് ആയിരിക്കും. ഇനി ഇതിൽ തന്നിരിക്കുന്നതിൽ ഓക്സിലറി ഇല്ല, മെയിൻ വെർബാണ് നോ അല്ലേ. നോ എന്ന് പറയുന്നത് ഏത് ഫോമാണ്? V1 ഫോമാണ്. നോ എന്ന് പറയുന്നത് V1 ഫോമാണ്. അപ്പോൾ ഈ V1 ഫോമിൽ നിന്നും പുറത്തെടുക്കുന്ന ഓക്സിലറി ഏതൊക്കെയാണ്? ഡു അല്ലെങ്കിൽ ഡസ്. ഏതാണ്? ഡു അല്ലെങ്കിൽ ഡസ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കാറുണ്ട് ഡു ആണോ ഡസ് ആണോ എന്ന് നോക്കുന്ന ഏതുമായി ബന്ധപ്പെടുത്തിയിട്ടാ നമ്മൾ എഴുതാൻ പോകുന്ന പ്രോണൗൺ ഏതാണ്? പ്രോണൗൺ ഏതാണ്? വി ആണ്. വി എന്ന് പറയുന്നത് എങ്ങനെയാണ്? പ്ലൂറൽ ആണ്. അപ്പോൾ പ്ലൂറലിൻ്റെ കൂടെ വരുന്നതും എങ്ങനെയായിരിക്കും? പ്ലൂറൽ ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഏത് ഉപയോഗിക്കേണ്ടത്? ഡു ആണ്. ക്ലിയർ ആണോ? ഡസ് സിംഗുലർ ആണ്, പ്ലൂറൽ ആണ് ഇത് ഡു എന്ന് പറയുമ്പോൾ ഡു വി എന്നാണ് വരിക. അത് പോസിറ്റീവ് ആണ് കാരണം മനസ്സിലായില്ലേ? തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആണ് കാരണം നണ്ണിലാണ് അത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അടുത്ത് നോക്കുക കേട്ടോ. ചെറിയ മറ്റൊരു കാര്യമാണ്, അതായത് സം ഓഫ് യു എന്ന സെന്റൻസിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, സം ഓഫ് യു വെച്ചുകൊണ്ട് സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ പ്രോണോൺ ആയിട്ട് ക്വസ്റ്റ്യൻ ടാഗിലെ പ്രോണോൺ എപ്പോഴും യു ആയിരിക്കും. ഇതൊക്കെ അണ്ടർലൈൻ ചെയ്ത് പഠിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. മാർക്ക് പോകാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ് കാരണം മാക്സിമം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനുകളിൽ ദേ ഒക്കെ വരും. സോ ദേ കണ്ടു കഴിഞ്ഞാൽ ഷുവറായിട്ട് നമ്മൾ ആദ്യം പോകുന്ന അതിലോട്ടായിരിക്കും. മനസ്സിലായോ? സം ഓഫ് വന്നുകൊണ്ട് നമ്മൾ ദയിലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ സം ഓഫ് എന്ന് പറഞ്ഞിട്ട് എന്താ വന്നിരിക്കും? യു ആണ്. ഇപ്പോൾ സം ഓഫ് സ്റ്റുഡൻസ് ഒക്കെ ആയിരുന്നെങ്കിൽ കുഴപ്പമില്ല. ഇവിടെ എന്താ? സം ഓഫ് കണ്ടിട്ട് യു ആണ്. യു വന്നാൽ ഏത് തന്നെ വരണം? യു എന്ന് തന്നെ വരണം. ക്ലിയർ ആണോ? അപ്പോൾ ജസ്റ്റ് നോക്കൂ, അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കൂ. സം ഓഫ് യു ന്യൂ തമിഴ് എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സം ഓഫ് യു ആണ് വന്നിരിക്കുന്നത്. അടുത്ത് ന്യൂ. ന്യൂ എന്ന് പറയുന്നത് ഏത് ഫോമിലാണ്? V2 ഫോമിലാണ്. V2 ഫോം. ക്വസ്റ്റ്യൻ ടാഗ് ഓൾറെഡി തന്നിരിക്കുന്ന ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ ടാഗ് എങ്ങനെയായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇവിടെ നോക്കുക, ഈ ന്യൂ എന്നതിൽ നിന്നും പുറത്തെടുക്കേണ്ടത് ഏതാ? V2 ഫോം അല്ല. ഏതാ പുറത്തെടുക്കേണ്ടത്? ഡിഡ് ആണ്. ഏതായിരിക്കണം ഓക്സിലറി? ഡിഡ് ആണ്. അത് പോസിറ്റീവ് ആയതുകൊണ്ട് ഇതെങ്ങനെയാ? നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഡിഡിൻ്റെ എന്നായിട്ട് മാറും. ഇനി അവിടെ ഓൾറെഡി ഞാൻ പറഞ്ഞു സം ഓഫ് യു വന്നാൽ പ്രോണോൺ, ക്വസ്റ്റ്യൻ ടാഗിൽ പ്രോണോണിൻ്റെ ഏത് തന്നെ എടുത്ത് എഴുതണം? യു തന്നെ എടുത്ത് എഴുതണം. അപ്പോൾ ഏതാ വന്നേ? ഡിഡിൻഡ് യു എന്ന് വരും. ഡിഡിൻഡ് യു എന്ന് വന്നു. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ നൺ ഓഫ് അസ് വന്നാൽ വി, അത് നന്നായി പഠിച്ചു വെക്കുക. സം ഓഫ് യു വന്നാൽ യു എന്നത് പഠിച്ചു വെക്കുക. ക്ലിയർ ആണോ? അല്ലാത്ത രീതിയിലൊക്കെ വരുമ്പോഴാണ് ഏത് വരുന്നത്? ദേ എന്നത് വരുന്നത്. ക്ലിയർ അല്ലേ? അത് അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ക്ലാസ് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഫോക്കസിൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ അതിൻ്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സുകൾ അതാത് സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ലഭിക്കുകയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.